السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله മൗലാന അലീം. പരമദയാലുവും പരമാധിപതിയും പരമാധിനാഥനുമായ പടച്ചറബ് അവൻ്റെ അനുഗ്രഹീതമായ മസ്ജിദിൽ പാപികളായ നമ്മെ സമ്മേളിപ്പിച്ചതുപോലെ അവൻ്റെ അവർണ്ണനീയമായ അതുല്യമായ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സംഗമിക്കാൻ നമുക്കും നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യമായ ഈ ദിവസത്തിൽ ഈ സമയത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ എല്ലാ ബറക്കത്തും എല്ലാ ഹക്കും കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഴിയിലായി പടച്ചറബിന് തൃപ്തിയുള്ള വഴിയിലായി മുന്നോട്ട് നയിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുകയും കടം കൊണ്ട് വലയുന്നവർക്ക് അത് വീട്ടാനുള്ള മാർഗങ്ങളെ അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു 40 അല്ലെങ്കിൽ 60 വർഷങ്ങൾക്കെല്ലാം മുമ്പ് നമ്മുടെ മുൻഗാമികൾ ജീവിക്കുന്ന സമയങ്ങളിൽ, എൻ്റെയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ എല്ലാം വാപ്പമാര് അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മുടെയും മറ്റു നാടുകളുടെയും ഒക്കെ അവസ്ഥ സാമ്പത്തികമായി ഉയർന്ന ആളുകൾ കുറവായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ മുതലാളിമാരെല്ലാം പണ്ട് കാലങ്ങളിൽ വിരളിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു സ്ഥലത്തേക്കും പോകേണ്ട. നമ്മുടെ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എല്ലാം ചെറുപ്പത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുമുണ്ട്. പണ്ട് കാറൊക്കെ ഉള്ള വീട് കുറവാണ്. അതുപോലെ 2 നില വീട്, നല്ല ഒരു വീടൊക്കെ പണ്ട് കാണണമെങ്കിൽ വിരളിൽ എണ്ണാവുന്ന മുതലാളിമാരുടെ വീടുകളിൽ പോകണം. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. മുതലാളിമാർ ഒരുപാട് പേരായി. കാറില്ലാത്ത വീടുകൾ ചുരുക്കമാണ്. സ്കൂട്ടറെങ്കിലും ഇല്ലാത്ത വീട് നോക്കിയാൽ കാണാൻ കഴിയില്ല. എല്ലാ വീട്ടിലും വണ്ടികളായി. സാമ്പത്തികമായി അന്ന് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് അതെല്ലാം മാറി. ഇന്നെല്ലാവരും അത്യാവശ്യം മെച്ചപ്പെട്ട ജീവിത രീതിയാണ് കാഴ്ചവെച്ച് പോകുന്നത്. ഇന്ന് സാമ്പത്തികമായി ഉയർന്ന ഈ സന്ദർഭത്തിൽ
പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്ന ഒരു കാര്യം ഇന്ന് നഷ്ടപ്പെട്ടു പോയി: സമാധാനം. പണ്ട് സാമ്പത്തികമില്ല എങ്കിലും, ഉയർന്ന സാമ്പത്തികാവസ്ഥയിലേക്ക് ഉയർന്നു പോയില്ല എങ്കിലും സമാധാനം എന്നുള്ള ആൾക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സാമ്പത്തികമായി ഉയർന്നു, നല്ലൊരു വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അത്യാവശ്യം മെച്ചപ്പെട്ട ജീവിത രീതിയാണ് കാഴ്ചവെച്ച് പോകുന്നതെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലം മാനസികമായി തളർന്ന അവസ്ഥയിലാണ് ഓരോ മനുഷ്യരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ദുആ ചെയ്യാൻ പറയുമ്പോൾ നമുക്കറിയാം, ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് പലരും വന്ന് പല കാര്യങ്ങളും തുറന്ന മനസ്സ് പങ്കുവെക്കുന്നത് പള്ളികളിലെ ഇമാമിങ്ങളോടായിരിക്കും, എന്തെങ്കിലും ഒരു പോംവഴിയെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ അറിയാം. ഇന്ന് സമാധാനമില്ലായ്മയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പണ്ട് സമാധാനമുണ്ട്, പക്ഷെ സാമ്പത്തികമില്ല. ഉള്ളത് കൊണ്ട് കഴിയാനുള്ള അവസ്ഥ അവരുടെ മനസ്സിനുണ്ടായിരുന്നു. അതിനൊരു ഒന്നാമത്തെ കാരണം, അന്ന് മനസമാധാനത്തോടു കൂടി അവർ ജീവിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഉള്ളത് കൊണ്ട് ഖനാഅത്ത് എന്ന് പറയുന്നത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, തങ്ങളുടെ ജീവിത രീതിയാണ്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ്. ഇപ്പൊ ഒരു 10 രൂപ നമുക്ക് ലഭിച്ചു, ആ 10 രൂപ കൊണ്ട് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. എനിക്ക് 10 രൂപ കിട്ടിയുള്ളല്ലോ എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല വേണ്ടത്. മറ്റൊന്ന്, എനിക്ക് 10 രൂപ കിട്ടി, ഈ അതിലൂടെ എന്തെല്ലാം എനിക്ക് ചെയ്യാം, അള്ളാഹു എനിക്ക് ഇത്രയെങ്കിലും നൽകിയല്ലോ എന്നുള്ളതാണ് ഖനാഅത്ത്. ആ ഖനാഅത്ത് പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉള്ള ആളുകൾക്കില്ല. ഒന്നാമത്, ഖനാഅത്തിനായി നമ്മുടെ ജീവിത രീതി സമാധാനത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണം, സമാധാനത്തിലേക്ക് നയിക്കാനുള്ള ഒന്നാമത്തെ കാരണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അദബില്ലാതെ പോയി. ആ അദബിനെ ഉണ്ടാക്കിയെടുക്കലാണ് സമാധാനത്തിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. പണ്ടുള്ളവർക്ക് അദബുണ്ടായിരുന്നു. അദബ് എങ്ങനെയാണ് ഉണ്ടാവുക? മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ മാനദണ്ഡമാകണം, എന്നാലേ അവൻ മുസ്ലിം ആകും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ സത്യവിശ്വാസിയാകും. ഒന്ന് ഈമാനാണ്. അതെല്ലാം നമുക്കുണ്ടെന്ന് നമ്മളെല്ലാം അവകാശപ്പെടുന്നു. ഈമാൻ കാര്യങ്ങൾ എത്ര എണ്ണമാ? 6 എണ്ണമാണ്. 6 എണ്ണവും നമ്മളെല്ലാം മദ്രസയിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിച്ചവരാണ്. ഈമാനാണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ടാമത്തത് ഇസ്ലാമാണ്. ഇസ്ലാം കാര്യങ്ങൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. എല്ലാം നമുക്കറിയാം. ഒരു ഫർദ് നമ്മൾ എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഫർദ് ഈ കഴിഞ്ഞ മാസം നമ്മോട് വിട പറഞ്ഞു പോയി. പിന്നെ ഒരു ഫർദ് വരാനിരിക്കുന്നു, ഹജ്ജ്. പിന്നെ ഫർദ് ഓരോ വർഷവും സക്കാത്ത് കൊടുക്കണം. പിന്നെ ആദ്യത്തേത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഷഹാദത്ത് കലിമ. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് ഏറ്റവും മാനദണ്ഡമായി നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത്. അതാണ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നതും. ഈമാനും ഇസ്ലാമും ഉണ്ട് എന്ന് നിങ്ങൾ ധരിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. പക്ഷേ മൂന്നാമതായി വേണം മാനദണ്ഡം. ഈ അദബിനോട് ചേർന്ന് കിടക്കുന്നതാണ്, അത് ഇഹ്സാനാണ്. ഒരു മനുഷ്യൻ മുഹ്സിൻ അല്ല എങ്കിൽ, ഇഹ്സാൻ ഉള്ളവനല്ല എങ്കിൽ അവന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഇഹ്സാൻ എന്നാൽ എന്താണ്? ഒരു ദിവസം നബിതങ്ങളും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു യാത്രക്കാരനല്ല, നല്ല സുന്ദരനായ, മദീനയിൽ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ കയറി വരുന്നു. നല്ല കറുത്ത മുടി, നല്ല വെള്ള വസ്ത്രം, ഇതെല്ലാം ധരിച്ചാണ് ആ മനുഷ്യൻ വരുന്നത്. അപ്പോൾ സഹാബത്തും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങള് അത്തഹിയാത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു. തങ്ങളോട് ചേർന്ന് വന്ന ആ മനുഷ്യൻ ഇരുന്നു. ആ മനുഷ്യൻ കുറെ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ തന്നെ ഇഹ്സാനിനെ പറ്റി വിശദീകരിച്ചു കൊടുത്തു. ഇഹ്സാൻ എന്താണ്? അപ്പൊ ആ മനുഷ്യൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് മറുപടി കൊടുത്തു. ഇഹ്സാൻ എന്നാൽ പടച്ചറപ്പ് നമ്മുടെ മുന്നിലില്ല, നമ്മൾ നേരെ കാണുന്നില്ലല്ലോ റബ്ബിനെ, എന്നാൽ ആ റബ്ബിന്റെ മുന്നിലുണ്ട് എന്നുള്ള അവസ്ഥയിൽ ഇബാദത്ത് ചെയ്യലാണ് അദബ്, ഇഹ്സാൻ എന്ന് പറയുന്നത്. ആ അദബ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ലാതെ പോയി. ആ ഇഹ്സാൻ നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് നമ്മുടെ ഒന്നും ജീവിതത്തിൽ മനസമാധാനമില്ലായ്മ ഉണ്ടായത്. സമാധാനമില്ലാർക്കും, നമ്മുടെ വീടുകളിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ലാതെ ആയിപ്പോയതിന്റെ ഒന്നാമത്തെ കാരണം നമുക്കാർക്കും അദബില്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ്.
അതബിന്റെ യഥാർത്ഥ മാന എന്നത് ഇഹ്സാനാണ്. ഒരു മുഹ്സിനായി മാറുന്നില്ല നമ്മൾ ഓരോരുത്തരും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനെ രണ്ട് രീതിയിലാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. ഒന്ന് ലമ്മത്തുൽ മലക്ക്, മറ്റൊന്ന് ലമ്മത്തുൽ ശൈത്വാൻ. ഈ രണ്ട് രീതിയിലല്ലാതെ ഒരു മനുഷ്യനും ദുനിയാവിലെ ജീവിതത്തിലൂടെ കടന്നു പോകില്ല. ഒന്നാമത്തേത് ഒരു മലക്ക് എപ്പോഴും അവനോട് കൂടി കാണും. മറ്റൊന്ന് ലമ്മത്തുൽ ശൈത്വാൻ, ശൈത്താന്റെ സംരക്ഷണമാണ്. ലമ്മത്തുൽ മലക്ക്, ലമ്മത്തുൽ ശൈത്വാൻ. മലക്കിന്റെ സംരക്ഷണമാണോ ശൈത്വാന്റെ സംരക്ഷണമാണോ നാം സ്വീകരിച്ചത് എന്ന് നമ്മുടെ മനസാക്ഷിയോട് കൂടി തന്നെ നമ്മൾ ചോദിക്കണം. മലക്കിന്റെ സംരക്ഷണം കിട്ടിയവന് ശൈത്വാനിന്റെ ഷെറിൽ നിന്ന് കാവല മലക്ക് നൽകും. ഇനി ശൈത്വാനിന്റെ പാതയാണ് ഒരുവൻ സ്വീകരിച്ചതെങ്കിൽ അവനോടൊപ്പം മലക്ക് കാണില്ല. നിങ്ങളോടൊപ്പം ആരാണ് എന്ന് നിങ്ങളുടെ നഫ്സിനോട് തന്നെ ചോദിക്കുക. എന്റെ കൂടെ ശൈത്താനാണോ അതോ എന്റെ കൂടെ മലക്കാണോ? മലക്കാണെങ്കിൽ ദുനിയാവും വിജയിച്ചു, ആഖിറവും വിജയിച്ചു. ഞാനല്ല പറഞ്ഞത്. സൂറത്തു ഹാമീം സജദയിലൂടെ അല്ലാഹു പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. അവസാനം ഈ ലോകത്തോട് വിട പറയാനായ ഒരു മനുഷ്യൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പെരുവിരലിൽ നിന്ന് അവന്റെ റൂഹ് പിടിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ മലക്കിന്റെ സംരക്ഷണം ഏർപ്പെടുത്തിയവൻ, മലക്കിനെ കൂട്ടാക്കിയവന്റെ ചെവിയിൽ വന്ന് മലക്കുകൾ പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും മലക്കുകളായ ഞങ്ങൾ നിനക്ക് കൂട്ടുകാരനാണെന്ന് പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ലമ്മത്തുൽ മലക്ക്, മലക്കിന്റെ സംരക്ഷണത്തെ കൂട്ടാക്കിയവൻ അവസാനം മരണപ്പെടാനായി കിടക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഈ വർത്തമാനം അവന്റെ ചെവിയിലൊന്ന് പറയും. ഇന്ന് ശൈത്വാനിന്റെ പാതയാണ് അവൻ സ്വീകരിച്ചത് എങ്കിൽ മലക്ക് അവന്റെ അടുക്കലേക്ക് അടുക്കില്ല. അവന്റെ ജീവിതത്തിൽ നിന്നും ബറക്കത്തിന് അള്ളാഹു എടുത്തു കളയും. അവൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഇല്ലാതെയായി മാറും, അവൻ തൗബ ചെയ്താലല്ലാതെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് സമാധാനമില്ലായ്മയും നമ്മുടെ വീട്ടിൽ ഐശ്വര്യമില്ലായ്മയും ഒക്കെ കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാം ശൈത്വാനിന്റെ ആളുകളായി മാറി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് അതമില്ലാത്ത ഒരു ജീവിതം നാവും നമ്മുടെ മക്കളും നയിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ ബറക്കത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിച്ചു നൽകി. ഒരുപാട് കാര്യങ്ങൾ, ആ പല കാര്യങ്ങളെയും നമ്മുടെ മുൻഗാമികൾ ചെയ്തു. അതുകൊണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ കഞ്ഞിയും കപ്പയുമാണെങ്കിലും അവർക്കെല്ലാം സമാധാനം ഉണ്ടായിരുന്നു. 10ഉം 14ഉം മക്കൾക്ക് അവരുണ്ടായിരുന്നു. അതൊക്കെ അവർ വളരെ സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യുകയും, പട്ടിണിയാണെങ്കിലും അവരെല്ലാം ജീവിതത്തെ മറികടന്നു വന്നു. ഇന്നൊരു നല്ല സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ അവരുടെ മാതാപിതാക്കൾ കാഴ്ചവെച്ചതുപോലെ സമാധാനത്തോടു കൂടി മക്കളുമായി അവർക്ക് നയിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അദബ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ബറക്കത്ത് ലഭിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നബിതങ്ങളിൽ നിന്ന് 10 ലക്ഷത്തോളം ഹദീസുകൾ നമ്മൾ പഠിച്ചു. നബിതങ്ങളുടെ ജീവിതത്തിൽ 23 സംവത്സരങ്ങൾ, നബിതങ്ങളുടെ ഒരു പുരുഷായുസിൽ നിന്ന് 23 വർഷമാണ് നുബുവത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കൊടുക്കുന്നു. നബിതങ്ങളുടെ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു. ഈ 23 വർഷവും നബിതങ്ങള് ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത് 10 ലക്ഷത്തോളമാണ്. സഹീഹായ ഹദീസ് എടുത്താല് ഒരുപാട് ഹദീസുകളുണ്ട്. എങ്കിലും നബിതങ്ങൾ പറഞ്ഞിരിക്കുന്ന 10 ലക്ഷത്തോളം ഹദീസുകളിൽ 75% അല്ലെങ്കിൽ 70% നബിതങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു നൽകിയതാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ എടുത്തിട്ടു, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും ഇങ്ങനെ കാണിച്ചു നൽകിയത് 70% ഹദീസുകളിൽ നിന്ന് മാത്രം എടുക്കാം.
ബാക്കി 30% നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു 10 കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയപരിമിതി മൂലം ഒരു 10 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കാം, വളരെ ചുരുങ്ങിയ നിലയിൽ. നിങ്ങളുടെ ജീവിതം കൊണ്ടൊന്ന് അളന്നു നോക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിൽ നിങ്ങൾക്ക് ബറക്കത്തില്ല എങ്കിൽ ഇതൊക്കെ തന്നെയാണ് കാരണമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ജീവിതത്തെ നിങ്ങൾ അതിനു വേണ്ടി അഭിമുഖീകരിക്കുക. ആ സമാധാനത്തിന് വേണ്ടി ഈ പറയുന്ന നബിതങ്ങൾ ഉണ്ടാക്കി തന്ന ആ സുന്നത്തുകളെ ഫോളോ ചെയ്യുന്നവരായി മാറുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഒന്നാമത്തേത്, നമ്മളെല്ലാം നഖം വെട്ടുമ്പോൾ ഇപ്പൊ പല സമയങ്ങളിലാണ്. നബിതങ്ങൾ കാണിച്ചു നൽകിയ ഒരു സമയമുണ്ട്, വ്യാഴമോ അല്ലെങ്കിൽ വെള്ളിയോ വെട്ടുക. ഇങ്ങനെ നബിതങ്ങൾ പറഞ്ഞ് ഈ സുന്നത്തിനെ തെരഞ്ഞെടുക്കുന്നവര് എന്റെ മുന്നിൽ എത്ര പേരുണ്ടോ എന്ന് ഞാൻ കൈവക്കാറൊന്നും പറയില്ല. സ്വന്തമായി മനസാക്ഷിയോട് ഒന്ന് സ്വന്തമായി ചോദിക്കുക. വ്യാഴമോ അല്ലെങ്കിൽ വെള്ളിയോ ഞാൻ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നഖം വെട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ഇനി നേരെ നിങ്ങൾ മറിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങളുടെ ഭാര്യയിലൂടെയും എല്ലാം നിങ്ങൾക്ക് മനസമാധാനം ഇല്ലായ്മയാണ് ലഭിക്കുന്നതെങ്കിൽ കാരണം ഇതാണ്. ഒന്നാമത്തെ കാരണം ഇതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും തിന്മയ്ക്കും അള്ളാഹുവിന്റെ മുന്നിൽ ദുനിയാവിലും ആഖിറത്തിലും മറുപടി പറയേണ്ടി വരും. ആ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് കേൾക്കേണ്ടത് എന്ന് ഒന്നാമതായി ഞാൻ പറയുന്നു. രണ്ടാമത്തേത് വ്യഭിചാരമാണ്. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ, നാം താമസിക്കുന്ന പ്രദേശത്തിൽ വ്യഭിചാരം നടക്കുന്നുണ്ട് എങ്കിൽ ആ പ്രദേശത്തും ആ വീട്ടിലും ബറക്കത്തില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എങ്ങനെ വ്യഭിചാരം നടക്കുന്നു എന്ന് അറിയുന്നു, എന്നിട്ടും അത് സാക്ഷികളുണ്ട് പക്ഷെ തടയുന്നില്ല എങ്കിൽ ആ പ്രദേശത്തുള്ളവരെല്ലാം അതിന് മറുപടി പറയേണ്ടി വരും. സ്വന്തം ഭാര്യ മറ്റൊരുവനുമായി വ്യഭിചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു അന്യ സ്ത്രീയുമായി വ്യഭിചാര ക്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നറിയുന്നു, അതിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് ഹറാമായ ബന്ധത്തിന്റെ അടിമകളാണ്, മറ്റൊരു പുരുഷനുമായി എൻ്റെ മകള് രാത്രിയിൽ സല്ലപിക്കുന്നു, അവൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാത്ത ഒരു പുരുഷനുമായി അവൾ അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുന്നു എന്നറിഞ്ഞിട്ടും ഒരു പിതാവും ഒരു മാതാവും അതിനെ മറച്ചു വെച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമില്ലായ്മയ്ക്ക് അതൊരു കാരണമാകും. ദുനിയാവിലും അനുഭവിക്കും, ആഖിറത്തിലും അനുഭവിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വ്യഭിചാരം വലിയൊരു സംഗതിയാണ്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചില ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്നുള്ള ഈയം ഒഴുക്കി അവരുടെ വായിലേക്കും അവരുടെ ശരീരത്തിലേക്കും ഒഴിക്കുന്നതാണ്. വ്യഭിചാരികൾ അതിൽ പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത്, ജീവിതത്തിൽ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിലോ നമസ്കാരമില്ലാത്ത ആളുകളുണ്ട് എങ്കിൽ അത് ബറക്കത്തില്ലായ്മയാണ്. അള്ളാഹു ഐശ്വര്യത്തെ എടുത്തു കളയാൻ അതൊരു കാരണമാക്കും. വീട്ടിൽ നമസ്കാരമില്ലാത്ത ആളുകൾ, താരിഖു സലാത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടോളൂ. നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യമില്ലായ്മയായിരിക്കും. അള്ളാഹു നമസ്കരിക്കുന്ന ആളുകൾക്കാണ് എല്ലാ ഖൈറുകളും നൽകുന്നത്. ഇബാദത്തുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, പടച്ചിറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ് സ്വലാത്ത്, നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ടാണ് നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല എങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക, ഇരുന്നല്ലെങ്കിൽ കിടന്ന്. അതിനും പോകുമ്പഴി അള്ളാഹു പറഞ്ഞു നൽകുന്നുണ്ട്. ഓരോ സംഗതിക്കും ഇങ്ങനെ നിസ്കാരത്തിന് മാത്രമാണ്. ഇനി ഒരാൾക്ക് മറവി സംഭവിച്ചെങ്കിൽ മാത്രമേ നിസ്കാരത്തെ അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മറവി സംഭവിച്ചു, തെറ്റിപ്പോകുന്നുണ്ട്, എപ്പോഴും മറവിയാണ്, അയാൾക്ക് പിന്നെ സ്വബോധമില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം നിസ്കാരം നിർബന്ധമില്ല, മന്ദബുദ്ധികൾക്ക് കുഴപ്പമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരമില്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിസരങ്ങളിലോ ഉണ്ടെങ്കിൽ ആ വീട്ടിലും ആ പരിസരങ്ങളിലും ഒരിക്കലും അള്ളാഹു ഐശ്വര്യം നൽകില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാലാമത്തേത്, ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ തുടങ്ങണം. സുബഹിക്ക് ശേഷം തുടങ്ങലാണ് ഏറ്റവും നല്ലത്. അവിടെയൊക്കെ നാടുകളിൽ പല ഉദ്ഘാടനങ്ങളും നടക്കും. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു 10 മണി അല്ലെങ്കിൽ 11 മണിയൊക്കെയാണ്.
അപ്പോഴും ചെണ്ടമേളങ്ങൾ കൊണ്ട് നമ്മുടെ കടകളുടെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ ഉദ്ഘാടനം നടക്കും. എപ്പോഴും അള്ളാഹു അനുഗ്രഹത്തെ വെച്ചിരിക്കുന്നത് സുബഹിക്ക് ശേഷമാണ്. എന്ത് കാര്യം തുടങ്ങിയാലും, എന്ത് ഹൈറായ കാര്യങ്ങൾ തുടങ്ങുന്നുവെങ്കിലും സുബഹിക്ക് ശേഷം നിങ്ങൾ തുടങ്ങി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകും. അടുത്തത്, ജീവിതത്തിൽ നിങ്ങൾ വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവരാണോ? വീട്ടിൽ പരസ്പരം വാപ്പയും ഉമ്മയും പിണങ്ങുന്നു, മക്കളും വാപ്പയും അല്ലെങ്കിൽ മാതാവും മക്കളും എല്ലാം പിണങ്ങി കഴിയുന്നവരാണ് എങ്കിൽ ആ വീട്ടിൽ നിന്ന് അള്ളാഹു ഐശ്വര്യത്തെ എടുത്തു മാറ്റും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലെ ആളുകളോട് സലാം പറയണം. സലാം പറയുന്നത് പിണക്കങ്ങൾ മാറ്റാനുള്ള വഴിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത്, സുബഹിക്ക് ശേഷം ഒരിക്കലും ഉറങ്ങരുത്. ഉദയം വരെ ഉറങ്ങാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സുബഹിക്ക് ശേഷം ഉറങ്ങുമ്പോൾ നബിതങ്ങൾ പോയി നബിതങ്ങളുടെ കാല് കൊണ്ടും മെല്ലെ തട്ടി, എന്നിട്ട് പറഞ്ഞു, ഭൂമി എഴുന്നേൽക്കു ഫാത്തിമ, അള്ളാഹു റിസ്ക് നൽകുന്ന സമയമാണ്, ഈ പടച്ചറപ്പിനോട് റിസ്ക്കിനെ ചോദിക്കാൻ. ആ സമയത്ത് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നെല്ലാം അള്ളാഹു ബറക്കത്തിനെ എടുത്ത് കളയുകയാണ്. ആ സമയത്ത് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. പടച്ചറപ്പിനോട് റിസ്ക്കിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്തത്, കുടുംബബന്ധം മുറിച്ചു കളയുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കില്ല. കാരണം കുടുംബബന്ധം അത്ര ഊഷ്മളതയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകൾക്ക് അള്ളാഹു പവിത്രമാക്കിയ ബന്ധമാണ്. അതുകൊണ്ട് ഈ കുടുംബബന്ധത്തെ ഞാൻ മുറിക്കില്ല എന്ന് നീയത്തെടുത്ത ഒരാൾ നല്ലതുപോലെ കുടുംബബന്ധത്തെ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവന് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത്, ഹദിയകൾ പരസ്പരം കൈമാറണം. ഹദിയ എന്നത് ഉള്ളവൻ ഇല്ലാത്തവന് നൽകലല്ല, ഇല്ലാത്തവന് നൽകുകയും ചെയ്യാം. ഒരു 10 രൂപയാണെങ്കിൽ അത് നൽകുക, അതും ഹദിയയാണ്. നമ്മുടെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം പാചകം ചെയ്തു, അടുത്ത വീട്ടിൽ ഇല്ല എന്നറിഞ്ഞു, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഉണ്ട് എങ്കിലും അത് കൊടുക്കൽ ഹദിയാണ്. അബൂദർ ഖിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐശ്വര്യം ലഭിക്കാനുള്ള മാർഗം എന്താണ് എന്ന് തങ്ങളോടൊന്ന് ചോദിച്ചപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഈ ഒരു ഭക്ഷണം പാചകം ചെയ്താൽ അല്ലെങ്കിൽ കറി പാചകം ചെയ്താൽ അതിൽ ശകലം വെള്ളം ഒഴിക്കണം, എന്നിട്ട് നിന്റെ അടുത്തുള്ള അയൽവാസിക്ക് നൽകണം. അത് നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത്, ഭക്ഷണം വേസ്റ്റാക്കി കളയരുത്. ഒരിക്കലും ഭക്ഷണത്തെ വേസ്റ്റാക്കി കളയരുത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോ കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഭക്ഷണത്തെ വേസ്റ്റാക്കി കളയുമ്പോൾ അതിനർഹരായ ആളുകൾ മറ്റെവിടെയോ പട്ടിണി കിടക്കുന്നു എന്നറിയുക, എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ ഗവർണറായി ഇറാനിലേക്ക് അയക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആ സദസ്സിലുണ്ട്. ഭക്ഷണം വിളമ്പി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് വീണ ഒരൽപ്പം ഭക്ഷണം താൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അത് കഴുകിക്കൊണ്ടുവന്ന് കഴിച്ചു. അപ്പൊ കൂടെ ഇരിക്കുന്നതൊക്കെ വലിയ ആളുകളാണ്. അവർ പറഞ്ഞു, സൽമാനുൽ ഫാരിസി നമ്മുടെ നാണം കെടുത്തി. കാരണം പട്ടിണിയുള്ള ഒരു പ്രദേശത്തേക്ക് വന്നതുപോലെ അദ്ദേഹം പെരുമാറി. ഇതൊരാൾ വന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിഡ്ഢികൾക്കെല്ലാം വേണ്ടി എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയ ഈ തിരുസുന്നത്തിനെ ഞാൻ ഒഴിവാക്കണോ? കാരണം അത് ബറക്കത്ത് ലഭിക്കാനുള്ള കാരണമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ക്രമം വരുത്തുക. എന്താണോ നബി തങ്ങൾ പഠിപ്പിച്ചത്, എന്താണോ നബി തങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മളിലേക്ക് ഉമ്മത്തിലേക്ക് പകർന്നു നൽകിയത്, അതിനെ ജീവിതത്തിൽ ചിട്ടയോടുകൂടി നിർവഹിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ മനസമാധാനമില്ലായ്മയൊക്കെ മാറ്റി സമാധാനവും ഐശ്വര്യവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും ഭാര്യയെ കൊണ്ടെല്ലാം സന്തോഷിക്കുന്ന ആളുകളാക്കി അള്ളാഹു നമ്മളെ മാറ്റുമാറാവട്ടെ.